നിന്റെ ഈ ദുർവിചാരങ്ങളാ നിന്നെ ഇവിടെ നകറ്റിയത്. ഇപ്പോഴും അതിനൊന്നും ഒരു മാറ്റമില്ലല്ലോ കല്യാണി. കാലം രൂപത്തിന് മാറ്റം വരുത്തിയേക്കാം, പക്ഷെ സ്വഭാവം മാറില്ലല്ലോ. എന്റെ മരുമോളെ പോലെ തന്നെ ഉണ്ടല്ലോ. എന്താ നീ അങ്ങനെ നോക്കുന്നേ? ഒന്നുമില്ല. എന്തൊക്കെയുണ്ട് കൗസല്യ വിശേഷങ്ങള്? അല്ലെങ്കിൽ തന്നെ നീ ഭാഗ്യവതിയാണല്ലോ. എനിക്ക് കിട്ടേണ്ട സ്ഥാനമല്ലേ നീ തട്ടിമാറ്റി അടിച്ചെടുത്തത്. എന്താ അമ്മ ഇത്? അമ്മ സംസാരിക്ക്, എനിക്ക് കുറച്ച് ജോലി ചെയ്തു തീർക്കാനുണ്ട്. അയ്യോ കൗസല്യേ, അങ്ങനെ അങ്ങ് പോവല്ലേ. എന്നോട് ഇപ്പോഴും നിനക്ക് ദേഷ്യം മാറിയിട്ടില്ലേ? കല്യാണിയമ്മേ, വേണ്ടാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിട്ടാണോ ഇത്രയും കാലം കഴിഞ്ഞ് ഇവിടേക്ക് വന്നത്? നീയും കുറെ കാലം കഴിഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് വന്നത്. നിനക്ക് വല്ല മാറ്റമുണ്ടോ? ഞാനും അതുപോലൊക്കെ തന്നെയാ. അതിരിക്കട്ടെ, ആ ചന്ദ്രിക നിന്നെ 20 വർഷം ചങ്ങലക്കിട്ടിരിക്കുകയായിരുന്നു എന്ന് കേട്ടു. ഞാനെങ്ങാനും നിന്റെ ഏട്ടത്തിയമ്മയായിരുന്നെങ്കിൽ ചന്ദ്രികയുടെ കഴുത്തി ഞെരിച്ചു കൊന്നിട്ട് നിന്നെ ഞാൻ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേനെ. ഇവിടെയുള്ളവർക്ക് അതിനൊന്നുമുള്ള കഴിവില്ലല്ലോ. ശരി, നീ കഴിവുള്ളവള് തന്നെ, സമ്മതിച്ചു. പക്ഷെ നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അയ്യോ, അമ്മ എന്താ അങ്ങനെ ചോദിച്ചു കളഞ്ഞത്? എന്റെ ദശരഥ രാമവർമ്മയെ, എന്റെ ദാസനെ ഒന്ന് കാണാൻ വന്നതാ. കാലം എത്ര കഴിഞ്ഞിട്ടും ദാസിന് വലിയ മാറ്റമൊന്നുമില്ല. ആ സൗന്ദര്യം ഇപ്പോഴും അതുപോലുണ്ട്. ചെറുതായിട്ട് അവിടെ ഇവിടെയും താടി മുടിയൊക്കെ ഒന്ന് നരച്ചു എന്ന് മാത്രമേ ഉള്ളല്ലോ. എന്താ അവർക്ക് വേണ്ടത്? അതെന്താണെന്ന് ചോദിച്ച് പറഞ്ഞയക്കാമേ. കൗസല്യേ, നിന്റെ കെട്ടിയവനെ കടിച്ചു തിന്നാനൊന്നുമല്ല. കണ്ടിട്ടിപ്പോ കാലം കുറെ ആയില്ലേ. കുറച്ചു കാലം കഴിഞ്ഞ് ആർക്കാരെ കാണാൻ പറ്റും? ഒന്നും പറയാൻ പറ്റില്ല. കൊതി തീരെ ഒന്നുകൂടെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് കരുതിയേ ഉള്ളൂ. കണ്ണ് നിറച്ചു കണ്ടു. ഇനി ഞാൻ പൊക്കോളാം. പോട്ടെ ദാസാ. ഭഗവാനെ, ഞാൻ വൈദേഹിയാണെന്ന് അമ്മ കരുതിയിരിക്കുന്നത്. ഇത്രയും കാലം വരാത്തവള് എന്തിനായിരിക്കും പെട്ടെന്ന് ഇങ്ങോട്ട് കയറി വന്നത്? അതെന്തിനു വേണമെങ്കിലും ആവട്ടെ, ഇത്രയും കാലം വരാതിരുന്നു തന്നെ ഭാഗ്യം. ഇവിടെയുള്ളവർക്ക് മാത്രം ഇങ്ങനെയുള്ളവൻ എവിടെ നിന്ന് കിട്ടുന്നു എന്തോ.
അമ്മ പോയ സ്ഥിതിക്ക് ഇനി കാര്യം പറയാം. അച്ഛാ, കുറച്ചു മുമ്പ് നീ എന്തോ പറയണോന്ന് പറഞ്ഞിട്ട് ഇതുവരെ പറഞ്ഞില്ലല്ലോ. അച്ഛാ, ഞാൻ ഒരു മിനിറ്റ് ഒന്ന് നിൽക്കും മോളെ, ഒരു അർജന്റ് കോളാ. അതെ അതെ, ദീപാവലിയുടെ ഒരുക്കങ്ങളൊക്കെ ഇപ്പൊ തന്നെ തുടങ്ങണം. അത് ശരി. അപ്പൊ താഴെ കണ്ടത് വൈശാലിയാണോ അതോ വൈദേഹിയാണോ? ഇവള് മുടിയൊക്കെ ചീകി ഒതുക്കിയിട്ടുണ്ട്. ഇത് വൈദേഹിയാണെങ്കിൽ വൈശാലി വന്നത് ഇവരോട് സത്യം പറയാനായിരിക്കുമോ? ദാസേട്ടാ, നാട്ടിലെല്ലാരും വിളിച്ച് പറഞ്ഞോ? പറഞ്ഞു പറഞ്ഞു, ഒരുക്കങ്ങളൊക്കെ അവര് നോക്കാന്നാ പറഞ്ഞേ. നമസ്കാരമുണ്ട് ദശരഥരാമവർമ്മേ. മനസ്സിലായില്ലേ? നിങ്ങളുടെ കല്യാണിയമ്മയെ മറന്നോ? അത് കഷ്ടായി പോയല്ലോ. നാട്ടിലേക്ക് പോവാണ്. അവിടെ എന്തൊക്കെയോ ഒരുക്കങ്ങൾ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞതല്ലാതെ എവിടേക്കാണെന്ന് മാത്രം പറഞ്ഞില്ല. അതെന്താ പറയാത്തെ? എന്തിന്റെ ഒരുക്കായിരിക്കും? നാട്ടില് വല്ല ഉത്സവം ഉണ്ടായിരിക്കോ? അതോ ബന്ധുക്കളുടെ വല്ല ഫംഗ്ഷനും ആണോ? നമ്മളെവിടേക്കാ പോണേ? കുറച്ചു നേരം ഒന്ന് ക്ഷമിക്കുക, അപ്പൊ എല്ലാം കണ്ടു മനസ്സിലാക്കാലോ. ഒന്ന് പറഞ്ഞ എന്താ ഇപ്പോ? അത് സീക്രട്ടാ, ആൻഡ് സസ്പെൻസ്. ഇപ്പൊ പറയാൻ പറ്റില്ല. എന്താടാ? ഒന്നുമില്ല. എന്തു ഒന്നുമില്ല എന്ന് പറഞ്ഞു എങ്ങനെയാ ദേവേട്ടാ? നേരം വെളുത്തപ്പോ തന്നെ റെഡി ആവാൻ പറഞ്ഞു. എവിടെയാന്ന് ചോദിച്ചപ്പോ വാ പറയാന്ന് പറഞ്ഞു. ഇപ്പൊ എത്ര വട്ടം ഞാൻ ചോദിച്ചു സസ്പെൻസാ ത്രില്ലറാന്നൊക്കെ പറഞ്ഞു ഒഴിഞ്ഞു മാറുവോ? എവിടേക്കാ പോകുന്നേന്ന് ഇന്ദുമ്മയ്ക്കെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? എന്റെ അമ്മു, അവൻ പറയരുതെന്നല്ലേ പറഞ്ഞിരിക്കുന്നേ? അതൊക്കെ നിന്റെ ഭർത്താവിന്റെ വായിന്ന് കേൾക്കുന്നതാണ് സുഖം. അമ്മേ, അമ്മയെങ്കിലും എന്നോടൊന്ന് പറയേ. കുറച്ചു നേരം ഒന്ന് ക്ഷമിക്ക് വൈദേഹി. നിന്നോട് പറയുന്ന കാര്യങ്ങൾ പോലും എന്നോട് പറയില്ല. അപ്പൊ നിന്നോട് പറയാത്ത കാര്യങ്ങൾ എന്നോട് എങ്ങനെ പറയും? എനിക്കൊന്നും അറിയില്ലേ. ദേവേട്ട, പ്ലീസ് ദേവേട്ട, ഒന്ന് പറ.
എന്തു പറ്റിയച്ചാ? എന്താ ആന്റി ഇത്? എന്തിനാ ഇനി ഇങ്ങനെ വേഷം കെട്ടിച്ചത്? നിന്നെ പെണ്ണായിട്ട് നടത്തിയ ദശരഥ രാമവർമ്മയുടെ വീട്ടിൽ കയറി സത്യം പറയാൻ നടക്കുകയെന്നറിഞ്ഞു. അതുകൊണ്ട് ഇനി ഇത് മതി. ഇതാണ് നിനക്ക് ചേരുന്ന വേഷം. നിന്റെ അമ്മായിയമ്മയെ പറഞ്ഞ. ആന്റി പ്ലീസ് കളിയാക്കരുത്. ആരാരെയാടി കളിയാക്കിയത്? നീയാണോ ഞങ്ങളാണോ? എത്ര ബുദ്ധിമുട്ടിയിട്ടാ നിന്നെ വൈദേഹിയുടെ സ്ഥാനത്ത് അവിടെ കേറ്റാൻ ഞങ്ങൾ പരിശ്രമിച്ചത്. ചുളുവില് നീ കൊട്ടാരം വീട്ടിൽ കയറി ചെന്ന് വർമ്മയോട് സത്യം പറയാൻ പോന്നോ? അപ്പൊ നീ എന്താടി ഞങ്ങളെ കുറിച്ച് കരുതിയേക്കുന്നെ? ഈ കാര്യം എങ്ങാനും ദശരഥ രാമവർമ്മ അറിഞ്ഞ എന്നെയും നിന്റെ അമ്മായിയമ്മയെ അയാള് വെട്ടി മുറിച്ച് കഷ്ണം കഷ്ണം ആക്കിക്കളയും. എന്നാ പിന്നെ എന്തിനാ എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നേ? ഞാൻ ആരോടൊന്നും പറയുന്നില്ല. അപ്പൊ നിന്റെ മോളെ ഞങ്ങളങ്ങ് കൊന്നുകളയും. അത് ഓക്കെ ആണെങ്കി പറ. ആന്റി നീ എന്തിനാ ഇതിന് സമ്മതിച്ചെന്ന് ഓർമ്മയുണ്ടല്ലോ. ഇനി പിന്തിരിയാൻ ശ്രമിച്ച നിന്റെ അമ്മായിയമ്മ നിന്റെ മോളെ കൊന്നുകളയോന്നറിയാലോ. ഇന്നലെ നീ ചെയ്യാൻ തുനിഞ്ഞ കാര്യത്തിന് ഇന്ന് നീയും നിന്റെ മോളും ഈ ഭൂമുഖത്തുണ്ടാവാൻ പാടില്ലാത്തതാ. എന്നിട്ടും ഞാനാ വേണ്ടെന്ന് പറഞ്ഞേ. നിങ്ങളെ കൊല്ലുന്നോണ്ട് ഞങ്ങൾക്കെന്ത് പ്രയോജനം? അവസാനമായിട്ട് നിനക്കൊരു ചാൻസ് തരാന്ന് കരുതി. ഓർമ്മയിരിക്കട്ടെ, ഇത് നിനക്ക് കിട്ടുന്ന അവസാനത്തെ ചാൻസാ. വേണ്ട ആന്റി, ഞാൻ ആന്റിയുടെ കാല് പിടിക്കാം. അത്രയും നല്ലൊരു കുടുംബത്തെ നശിപ്പിക്കാൻ എനിക്ക് മനസ്സ് വരാത്തത് കൊണ്ടാ. ഓ അങ്ങനെയാണല്ലേ. ആയിക്കോട്ടെ. എന്നാ പിന്നെ ഞാൻ കല്യാണിയമ്മയോട് കാര്യം പറയാം. നേരെ ചെന്ന് നിന്റെ മോളുടെ ശവവും വാങ്ങിച്ചോണ്ട് പോര്. അയ്യോ ആന്റി, ഒന്നും പറയണ്ട. ഞാൻ ചെയ്തോളാം, എന്തും ചെയ്തോളാം. നിങ്ങളൊക്കെ പറയുന്നത് പോലെ എന്തും ചെയ്തോളാം. അങ്ങനെ വാ. മര്യാദയ്ക്ക് ചോദിച്ചാ സമ്മതിക്കില്ല. എന്നാ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് അങ്ങ് പറഞ്ഞേക്കാം. ബുദ്ധിയോടെ അതങ്ങ് ചെയ്യ്. ഇവിടുത്തെ ഈ ഒരുക്കങ്ങളൊക്കെ കണ്ടല്ലോ അല്ലേ? ഇന്ന് ദശരഥ രാമവർമ്മ അടിസ്ഥാനപരമായ ശിലാസ്ഥാപന ചടങ്ങ് നടത്തുന്നതിനായി കുടുംബസമേതം ഇവിടെ വരുന്നുണ്ട്. നമ്മൾ രണ്ടുപേരും ഈ ഗെറ്റപ്പിൽ പാചകക്കാരെ പോലെ അകത്തു കയറണം. എന്നിട്ട് ഏതെങ്കിലും തരത്തിൽ വൈദേഹി അവിടുന്ന് പുറത്തു ചാടിച്ചിട്ട് നീ അവളുടെ സ്ഥാനത്ത് അവിടെ കയറി പറ്റണം. കാര്യം മനസ്സിലായല്ലോ?
മനസ്സിലായോന്ന്? എന്നാ ശരി, നടക്ക്. അയ്യോ കാക്കിയാ ദേവേട്ടാ, പെട്ടെന്ന് എന്തിനാ കാർ നിർത്തിയെന്നോർത്ത് ഞാനും അങ്ങ് പേടിച്ചു. ഒരു ശുഭകാര്യത്തിന് പോകുമ്പോ എന്താ ഈ ദുർനിമിത്തം ദാസ? എന്റെ മനസ്സിൽ എന്തൊക്കെയോ ആശങ്കകള്. തിരിച്ചു പോയാലോ ദാസ? മരണമാണിത്, മരണമാണ്, മരണമാണിത്. എന്താ എന്തുവമ്മേ ഇത്രയും ദൂരം വന്നിട്ട് കാക്ക മുന്നിൽ ചാടിയതിന് തിരിച്ചു പോവാനോ? കാര്യം അറിയാതൊന്നും പറയാതെ ഊർമിളെ. കാക്ക എതിരെ വന്ന് വീണ അനർത്ഥങ്ങളും അനിഷ്ടങ്ങളുമാ. അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. ഇങ്ങനെ ഓരോ നിമിത്തങ്ങളിലൂടെയാ ദൈവം ഓരോന്നും പറയുക. അത് അവഗണിച്ച് ആപത്തേ ഉണ്ടാവൂ. ദാസ, അല്ലെങ്കിൽ തന്നെ വീട്ടിലെ അവസ്ഥ മോശം. എന്തൊക്കെയോ അനർത്ഥങ്ങൾ നടക്കുന്നുണ്ട്. ഗുരുക്കളും പറഞ്ഞത് ഓരോ ചൂടും ശ്രദ്ധിക്കണമെന്നല്ലേ? നമുക്ക് തിരിച്ചു പോകാം ദാസ. അത് വേണ്ടമ്മേ. നമ്മുടെ നാട്ടിലേക്കല്ലേ പോകുന്നേ? അവിടെ നമ്മളെ അപായപ്പെടുത്താൻ ആരും ഉണ്ടാവില്ലമ്മേ. നമ്മളെ പ്രതീക്ഷിച്ചല്ല അവിടെ എല്ലാ ഒരുക്കങ്ങളും നടത്തിയിട്ടുണ്ടാവോ? ചെറിയൊരു ദുർനിമിത്തം ഉണ്ടായെന്ന് കരുതി അവരെയൊക്കെ ബുദ്ധിമുട്ടിക്കണോ? അത് ശരിയമ്മേ. നമ്മളൊരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ പോകുന്നേ. അപ്പൊ ദൈവം നമ്മളുടെ കൂട്ടിനുണ്ടാവില്ലേ? കാത്തോളനെ രാമാന്ന് ഭഗവാനെ ഭാരം ഏൽപ്പിച്ചിട്ട് പോയിട്ട് വരാം. അനുസരിക്കില്ല. മരണം വാതിൽക്കലെത്തുമ്പോൾ ആരെയും അനുസരിക്കാൻ തോന്നില്ല. കാലുകൾ മുന്നോട്ട് മാത്രമേ ചലിക്കൂ. ആരുടെ സംഹാരമാണ് ഈശ്വര നീ തീരുമാനിച്ചത്? ഹലോ, എല്ലാവരും എത്തിയോ? ഒരു മിനിറ്റ് ഒന്ന് നിൽക്കേ. അതെ അച്ഛാ, പാചകക്കാരൊക്കെ എത്തിയത്രേ. എന്താ ഞാൻ പറയണ്ടേ? നമ്മൾ തിരിച്ചു പോകാൻ തീരുമാനിച്ചെങ്കില് അപകടം പൂർണ്ണമായി ഒഴിഞ്ഞു പോയിട്ടില്ല. അതിന്റെ രൂപം മാറ്റിയെന്ന് മാത്രം. ഇപ്പോഴത് ഏതു രൂപത്തിൽ വരുമെന്നോ എവിടെ നിന്നോ വരുമെന്ന് അറിയില്ല. ഏതൊക്കെ തരത്തിലുള്ള രൂപാന്തരങ്ങൾ സ്വീകരിക്കുമെന്ന് ഊഹിക്കുവാൻ പോലും സാധിക്കില്ല. ശാന്തമ്മയുടെ തീരുമാനം അതാണെങ്കിൽ ഞാൻ അതിനെതിരെ പറയുന്നില്ല. നല്ല കാര്യത്തിന് പോകുമ്പോൾ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും. ഇതിപ്പോ നടന്നില്ലെങ്കിൽ പിന്നെ 1 വർഷം കഴിഞ്ഞ് നടത്താൻ സാധിക്കൂ. നീ അവരോട് ജോലികൾ തുടങ്ങിക്കോളാൻ പറ. ആയിക്കോട്ടെ അച്ഛാ, ഞങ്ങൾ അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. നിങ്ങൾ കാര്യങ്ങളൊക്കെ തുടങ്ങിക്കോ. ഞങ്ങളവിടെ എത്തുമ്പോഴേക്കും കാപ്പിയും പലഹാരവും റെഡി ആയിരിക്കണം. എന്നാ പോവാ. മരണമാണിത്, മരണമാണ്, മരണമാണ്. മരണമാണ്, മരണമാണ്. ആർക്കും തടയാൻ പറ്റില്ല. എടാ ചെറുക്ക, ആ വെണ്ടയ്ക്കൊക്കെ ഇങ്ങ് എടുത്തോണ്ട് വാ. എടാ ചെറുക്ക, നിനക്ക് ചെവി കേട്ടൂടെ? ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. നോക്കി നിൽക്കാതെ പെട്ടെന്ന് ആവട്ടടാ.
കുറച്ചുകൂടൊക്കെ ശ്രദ്ധിച്ച് നിക്കടി. ഇവിടെ ആർക്കെങ്കിലും സംശയം തോന്നിയ രണ്ടുപേരും ജീവനോടെ പുറത്തു കിടക്കില്ല. എനിക്കിതൊന്നും പറ്റുന്നില്ല ആന്റി. വേറെ എന്ത് ചെയ്യാൻ പറഞ്ഞാലും ചെയ്യാം. ഈ ഒരു കാര്യത്തിൽ എന്നെ ഒന്ന് വെറുതെ വിട്ടൂടെ? എന്താടി, ഇന്നലെ പറഞ്ഞതൊക്കെ അങ്ങ് മറന്നുപോയോ? പറഞ്ഞതൊക്കെ വീണ്ടും ഒന്നുകൂടെ ആവർത്തിക്കണോ? അപ്പൊ നിന്റെ മോളെ നിനക്ക് വേണ്ടെന്നാ?